ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്ന് 8ാമത്തെ അധ്യായത്തിലെത്തിയിരിക്കുന്നു. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിൽ ആകെ എത്ര കായലുകളുണ്ട്? കേരളത്തിൽ ആകെ എത്ര കായലുകളുണ്ട്? ഉത്തരം 34. കേരളത്തിൽ ആകെ എത്ര കായലുകളുണ്ട്? ഉത്തരം 34. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. ഉത്തരം ആറ്റിങ്ങൽ കലാപം, 1721 ഏപ്രിൽ 15. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. ഉത്തരം ആറ്റിങ്ങൽ കലാപം, 1721 ഏപ്രിൽ 15. നിർമ്മലാ സീതാരാമൻ്റെ എത്രാമത്തെ ബജറ്റാണ് 2025-2026 അവതരിപ്പിച്ചത്? ഉത്തരം 8ാമത്തെ. നിർമ്മലാ സീതാരാമൻ്റെ എത്രാമത്തെ ബജറ്റാണ് 2025-2026 അവതരിപ്പിച്ചത്? ഉത്തരം 8ാമത്തെ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഫസൽ അലി. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഫസൽ അലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. ഉത്തരം ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. ഉത്തരം ഇരുമ്പുരുക്ക് വ്യവസായം. ബ്രിട്ടീഷ് രേഖകളിൽ കോട്ട്യോട്ട് രാജ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി. ബ്രിട്ടീഷ് രേഖകളിൽ കോട്ട്യോട്ട് രാജ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി. ഉത്തരം മാർത്താണ്ഡവർമ്മ. ബ്രിട്ടീഷ് രേഖകളിൽ കോട്ട്യോട്ട് രാജ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി. ഉത്തരം മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത. ഉത്തരം അലഹബാദ് ഹാൽഡിയ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത. ഉത്തരം അലഹബാദ് ഹാൽഡിയ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി. ഉത്തരം 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി. ഉത്തരം 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത. ഉത്തരം ടെസ്സി തോമസ്. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത. ഉത്തരം ടെസ്സി തോമസ്. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. ഉത്തരം മരുപ്രദേശം. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. ഉത്തരം മരുപ്രദേശം. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം. ഉത്തരം ബാന്തൂങ് സമ്മേളനം. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം. ഉത്തരം ബാന്തൂങ് സമ്മേളനം. വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ. വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ. ഉത്തരം ബ്യാരി. വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ. ഉത്തരം ബ്യാരി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഉത്തരം ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഉത്തരം ചിനൂക്ക്. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഉത്തരം 2008 ആഗസ്റ്റ് 11. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഉത്തരം 2008 ആഗസ്റ്റ് 11. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ഉത്തരം 58.
ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ഉത്തരം 58. ചിക്കൻ പോക്സ് പരത്തുന്ന സൂക്ഷ്മാണുജീവി ഏത്? ചിക്കൻ പോക്സ് പരത്തുന്ന സൂക്ഷ്മാണുജീവി ഏത്? ഉത്തരം വാരിസെല്ല വൈറസ്. ചിക്കൻ പോക്സ് പരത്തുന്ന സൂക്ഷ്മാണുജീവി ഏത്? ഉത്തരം വാരിസെല്ല വൈറസ്. ശരാശരി ബ്ലഡ് പ്രഷർ എത്ര? ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? ഉത്തരം 120/80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? ഉത്തരം 120/80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത്? ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത്? ഉത്തരം 2013. ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത്? ഉത്തരം 2013. ക്രഷിംഗ് ദി കർവ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രഷിംഗ് ദി കർവ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കൊറോണ വൈറസ്. ക്രഷിംഗ് ദി കർവ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കൊറോണ വൈറസ്. വീർപ്പിച്ച ബലൂൺ വെള്ളത്തിനടിയിൽ താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നു. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വീർപ്പിച്ച ബലൂൺ വെള്ളത്തിനടിയിൽ താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നു. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബോയിൽ നിയമം. വീർപ്പിച്ച ബലൂൺ വെള്ളത്തിനടിയിൽ താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നു. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബോയിൽ നിയമം. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഏത്? ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഏത്? ഉത്തരം ജാൻ ടെല്ലർ മെറ്റൽ. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഏത്? ഉത്തരം ജാൻ ടെല്ലർ മെറ്റൽ. ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ഉത്തരം ബോട്സ്വാന. ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ഉത്തരം ബോട്സ്വാന. ഇന്ത്യയിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഇന്ത്യയിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഉത്തരം GSLV F-10. ഇന്ത്യയിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഉത്തരം GSLV F-10. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി? ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി? ഉത്തരം PK കാളൻ. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി? ഉത്തരം PK കാളൻ. ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കേരളത്തിൽ ആകെ എത്ര കായലുകളുണ്ട്? ഉത്തരം 34. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം? ഉത്തരം ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15. നിർമ്മല സീതാരാമൻ്റെ എത്രാമത്തെ ബജറ്റാണ് 2025-26 അവതരിപ്പിച്ചത്? ഉത്തരം 8ാമത്തെ. ഭാഷാ അടിസ്ഥാന സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഫസൽ അലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം? ഉത്തരം ഇരുമ്പുരുക്ക് വ്യവസായം. ബ്രിട്ടീഷ് രേഖയിൽ കോട്ട്യോട്ട് രാജ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി? ഉത്തരം മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത? ഉത്തരം അലഹബാദ് ഹാൽഡിയ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി? ഉത്തരം 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത? ഉത്തരം ടെസ്സി തോമസ്. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം മരുപ്രദേശം. ചേരിചേരാ പ്രസ്ഥാനം രൂപവത്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം? ഉത്തരം ബാന്തൂങ് സമ്മേളനം. വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ? ഉത്തരം ബ്യാരി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്? ഉത്തരം ചിനൂക്ക്. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്? ഉത്തരം 2008 ആഗസ്റ്റ് 11. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്?
ഉത്തരം 58. ചിക്കൻ പോക്സ് പരത്തുന്ന സൂക്ഷ്മാണുജീവി ഏത്? ഉത്തരം വാരിസെല്ല വൈറസ്. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? ഉത്തരം 120/80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത്? ഉത്തരം 2013. ക്രഷിംഗ് ദി കർവ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കൊറോണ വൈറസ്. വീർപ്പിച്ച ബലൂൺ വെള്ളത്തിനടിയിൽ താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബോയിൽ നിയമം. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഏത്? ഉത്തരം ജാൻ ടെല്ലർ മെറ്റൽ. ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ഉത്തരം ബോട്സ്വാന. ഇന്ത്യയിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഉത്തരം GSLV F-10. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി? ഉത്തരം PK കാളൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു.